വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന എക്സിപ്പിയൻസ് ആണ് കേട്ടോ. ടാബ്ലറ്റ്സിൻ്റെ പാർട്ട് 2 ആണ്. സോ നമ്മൾ എക്സിപ്പിയൻസ് എന്ന് പറഞ്ഞു, അതെന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല, അതാണ് ഇതിൽ പറയാൻ പോകുന്നത്. സോ എക്സിപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ഡൈലുവൻ്റ് ആണ്, ഡിസൻറ്റിഗ്രൻ്റ് ആണ്, ഗ്രാനുലേറ്റിംഗ് ഏജൻ്റ് ആണ്, ഗ്ലൈഡൻ്റ് ആണ്, ലൂബ്രിക്കൻ്റ് ആണ്, ബ്ലെൻഡിങ് ഏജൻ്റ് ആണ്, അബ്സോർബിങ് ഏജൻ്റ് ആണ്, കളറിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാ സാധനവും എല്ലാ ടാബ്ലറ്റിനും വേണമെന്ന് വെച്ചാൽ വേണ്ട, എന്തായാലും കുറച്ചൊക്കെ മതിയായിരിക്കും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഡൈലുവൻ്റ് ആണ്. ഡൈലുവൻ്റെ പേർപ്പസ് എന്താണ്? സോ ഡൈലുവൻ്റ് ബൾക്ക്നെസ് കൊടുക്കുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൈക്രോഗ്രാം അല്ലെങ്കിൽ മില്ലിഗ്രാം പോലുള്ള ഗുളികകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് വലിപ്പം വരുത്തിക്കണം. കാര്യം ഇത് വിഴുങ്ങാനും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വെച്ചിട്ട് പാടല്ലേ, കുഞ്ഞു ഗുളികയൊക്കെ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഒരു 10 ഗ്രാം ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനമാണ് ഡൈലുവൻ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺ ഡൈലുവൻ്റ് പറഞ്ഞാൽ ലാക്ടോസ്, സൂക്രോസ്, സോഡിയം ക്ലോറൈഡ്, ഡെക്സ്ട്രോസ് ആൻഡ് സ്റ്റാർച്ച്. ഏതൊക്കെയാണ്? ലാക്ടോസ്, സൂക്രോസ്, സോഡിയം ക്ലോറൈഡ്, ഡെക്സ്ട്രോസ് ആൻഡ് സ്റ്റാർച്ച് ആണ് വരുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിസൻറ്റിഗ്രേറ്റിംഗ് ഏജന്റ് ആണ്. സോ ഡിസൻറ്റിഗ്രേറ്റിംഗ് ഏജന്റ് പേർപ്പസ് എന്താണ്? അതായത് ഗുളികകൾ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവാനായിട്ട് സഹായിക്കുന്നതാണ് ആര്? ഡിസൻറ്റിഗ്രന്റ് അല്ലെങ്കിൽ ഡിസൻറ്റിഗ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. സോ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിലേക്ക് ചെല്ലുന്നു, അത് സ്വെല്ല് ചെയ്യുന്നു. ഒന്നെങ്കിൽ സ്വെല്ല് ചെയ്യാം, എഫോബസെന്റ് വരാം, ഇല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചറുമായി മെൽറ്റും ചെയ്യാം. ഏതൊക്കെ ആകാം? ഒന്നെങ്കിൽ നമ്മൾ വിഴുങ്ങുന്നു, അത് സ്വെല്ല് ചെയ്യാം, എന്നിട്ട് പൊട്ടിപ്പോകാം. അല്ലെങ്കിൽ നമ്മളെ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോൺടാക്ട് വരുമ്പം എഫോബസെന്റ് വരാം, ഇല്ലെങ്കിൽ മെൽറ്റ് ചെയ്യാം നമ്മളെ ബോഡി ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ പറയാൻ പോകുന്ന പ്ലേസ്മെന്റ് ആണ്. സോ ഇത് എങ്ങനെയാണ് നമ്മൾ ഡിസൻറ്റിഗ്രേറ്റിംഗ് ഏജന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്? അതായത് ഡിസൻറ്റിഗ്രേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നത് 2 പാർട്ടിലാണ് ആഡ് ചെയ്യുന്നത്. അതായത് 1 പാർട്ട് മിക്സ് ചെയ്യുന്നത് നമ്മൾ വിത്ത് അതർ എക്സിപ്പിയൻ, മറ്റുള്ള എക്സിപ്പിയൻസിന്റെ കൂടെ തന്നെ ഗ്രാനുൾസ് ഫോർമേഷൻ ചെയ്യില്ലേ, നമ്മൾ ഗ്രാനുൾസ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ആഡ് ചെയ്യുകയും ആൻഡ് രണ്ടാമത്തെ പാർട്ട് ഡ്രൈ ഗ്രാനുലേഷന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. അതർ പാർട്ട് ഈസ് മിക്സ് വിത്ത് ഡ്രൈ ഗ്രാനുൾസ് ബിഫോർ കംപ്രഷൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഗ്രാനുൾസുമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ എന്താണ് ഗ്രാനുലേഷൻ, എന്താണ് മിക്സിങ്, എന്താണ് കംപ്രഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ആഡ് ചെയ്ത ഡെമോ വീഡിയോ കണ്ടാൽ മതി. എന്ത് കിടപ്പുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫർദർലി ഇത് പഠിക്കും കേട്ടോ, എന്താണ് ഗ്രാനുലേഷൻ എന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരി ഐഡിയ കിട്ടും. ആൻഡ് എക്സാമ്പിൾ പൊട്ടേറ്റോ, മെയ്സ്, വീറ്റ് സ്റ്റാർച്ച്, കോമൺ ഡിസൻറ്റിഗ്രേറ്റിംഗ് ഏജന്റിനൊക്കെ എക്സാമ്പിൾസ് ആണ് എന്നുള്ളതാണ്. സോ ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടിയിട്ടാണ് സ്വെല്ലിംഗ്, എഫഫസൻ ആൻഡ് മെൽറ്റിംഗ് വിത്ത് ബോഡി ടെമ്പറേച്ചർ ആണ്. ഇനി ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ആണ്. സോ ഗ്രാനുലേറ്റിംഗ് ഏജന്റ് എന്ന് വെച്ചാൽ മോയ്സ്ചർ കൊടുക്കുക എന്നാണ്. അതായത് ഫൈൻ പൗഡർ ഇൻറ്റു ഡാം മാസ്. നമ്മൾ മാവ് കുഴക്കില്ലേ, പൊടിനെ മാവ് കുഴക്കില്ല, അവിടെ ഉപയോഗിക്കുന്ന ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ഏതായിരിക്കും? വെള്ളമാണ് അല്ലേ. അതേപോലെ തന്നെ മാവ് കുഴയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത് പോലെ തന്നെ ഈ പാർട്ടിക്കിൾസിനെ കുഴയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ് ആര്? ഗ്രാനുലേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി വി കൂടെ നമുക്ക് പാസ് ചെയ്ത് വിടാൻ പറ്റും. നമ്മുടെ ആ ഒരു അരിപ്പയില്ലേ, അരിപ്പയിലൂടെ കടത്തി വിടാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ആണ്. മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫൈൻ പൗഡറായിട്ട് ഫൈൻ പൗഡറിനെ ഡാമ്പ് മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ സ്റ്റാർച്ച് പേസ്റ്റ്, അക്കേഷ്യ, ട്രഗകാന്ത്, ജെലാറ്റിൻ സൊല്യൂഷൻ, ഐസോപ്രൊപ്പിൽ ആൽക്കഹോൾ ഒക്കെയാണ് കൂടുതൽ ഉപയോഗിച്ച് കാണുന്ന സ്റ്റാർച്ച് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കാണുന്ന സ്റ്റാർച്ച് ആണ്, മറന്നു പോകണ്ട കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഗ്ലൈഡൻ ആൻഡ് ലൂബ്രിക്കൻ്റ് ആണ്. ഗ്ലൈഡൻ എന്ന് വെച്ചാൽ പേര് പറയുന്നത് പോലെ ഗ്ലൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഈ ഗ്രാനുൾസുകൾ ഇങ്ങനെ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരിടത്തും ക്ലോഗ് ചെയ്ത് ഒട്ടിപ്പിടിക്കാതെ ആ ഗ്രാനുൾസ് ആയിട്ട് തന്നെ വന്ന് വീഴാനായിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സൂന്ന് പറഞ്ഞിട്ടില്ലേ ആ കുഴലിൽ കൂടെ പോവുക, അതേപോലെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഗ്ലൈഡൻ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. സോ എക്സാമ്പിൾ മെഗ്നീഷ്യം സ്റ്റീറേറ്റ്, ടാൽക്കൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ലൂബ്രിക്കൻസ് ആണ്. ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ ലൂബ്രിക്കൻ reduce the interparticular friction during compression and between the tablets and dye-wall ejection for this talc and magnesium stearate. എക്സാമ്പിൾ ടോൾക്കും മെഗ്നീഷ്യം സ്റ്റീറേറ്റ് തന്നെയാണ്. നമ്മുടെ ഈ ഡൈക്കകത്ത് മെഡിസിൻ വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് വീഴുന്ന സമയത്തോ ഒക്കെ അതിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ഇന്റർപർട്ടിക്കുലർ ഫ്രിക്ഷൻ ഡ്യൂറിങ് കംപ്രഷൻ ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാനും അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ അടുത്ത് ഒട്ടിയിരിക്കാതിരിക്കാനൊക്കെ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നൂലപ്പം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഈ എന്താണ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴും എണ്ണ അടവില്ലേ, ആ ഒരു പരിപാടി തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ബൈൻഡിങ് ഏജന്റ് ആൻഡ് അബ്സോർബിങ് ഏജന്റ് ആണ്. ബൈൻഡിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആർക്ക് സ്ട്രെങ്ത് കൊടുക്കുക? ഗ്രാനുൾസ് ടു കീപ് ദ ടാബ്ലറ്റ് ഇൻടാക്ട്. ആ ടാബ്ലറ്റിന്റെ ഫോമിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ബൈൻഡിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടാബ്ലറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും ബൈൻഡിങ് ഏജന്റ് ഓരോ ഡിപ്പെൻഡ് ചെയ്യുക. എക്സാമ്പിൾ
എക്സാമ്പിൾ ഗം, ട്രഗകാന്ത് ആൻഡ് മീഥൈൽ സെല്ലോസ് ആണ്. ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബൈൻഡിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എല്ലാത്തിനും അതുപോലെ തന്നെ ചിലപ്പം കോൺടാക്റ്റിനും പെട്ടെന്ന് തന്നെ അത് എന്താണ് ഡിസൻറ്റിഗ്രേറ്റ് ഡിസൊല്യൂട്ട് ആവണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക ബൈൻഡിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അബ്സോർബിങ് ഏജന്റ് ആണ്. പേര് പറയുന്നത് പോലെ തന്നെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. സോ അബ്സോർബിങ് ഏജന്റ് ആർ യൂസ് ടു അബ്സോർബ് വോളറ്റൈൽ ഓയിൽ, ലിക്വിഡ് എക്സ്ട്രാക്ട്, ടിഞ്ചേഴ്സ് ആൻഡ് പ്രിവെന്റ് സ്റ്റിക്കിംഗ് സച്ച് as മെഗ്നീഷ്യം സ്റ്റീറേറ്റ് ആൻഡ് സ്റ്റീറിക് ആസിഡ്. സോ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അബ്സോർബിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. മെഗ്നീഷ്യം സ്റ്റീറേറ്റും സ്റ്റീറിക് ആസിഡും ആണ് വോളറ്റൈൽ ഓയിൽ, ലിക്വിഡ് എക്സ്ട്രാക്ട്സ്, ടിഞ്ചേഴ്സ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് അബ്സോർബിങ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി കളറിംഗ് ആൻഡ് ഫ്ലേവറിംഗ് ആൻഡ് സ്വീറ്റനിങ് ഏജന്റ് ആണ്. കളറിംഗ് ഏജന്റ് FDA എപ്പോഴും അപ്രൂവ്ഡ് ആയിരിക്കണം. നമ്മൾ ഭംഗി കൊടുക്കാനും കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കളറിംഗ് ഏജന്റ്. മിക്കവാറും കേട്ടുണ്ട് സൺസെറ്റ് യെല്ലോ എന്നൊക്കെ പറഞ്ഞ് കോമൺലി എല്ലാ മരുന്നുകളിലും വരുന്ന സാധനമാണ്. നെക്സ്റ്റ് വൺ ഈ സ്വീറ്റനിങ് ഏജന്റ് ആണ്. സൂക്രോസ്, ലാക്ടോസ്, മാനറ്റോൾ ഒക്കെയാണ് കോമൺലി ഉപയോഗിക്കുന്ന സ്വീറ്റനിങ് ഏജന്റ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ലൈക്ക് സാക്രിൻ ആൻഡ് സൈക്ലാമേറ്റ് ഇപ്പം ഉപയോഗിക്കാറില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഇപ്പോൾ ഉപയോഗിക്കാത്ത ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ലൈക്ക് സൈക്ലാമേറ്റും അല്ലെങ്കിൽ സാക്രിനും പറ്റിയും ചോദിക്കാം കേട്ടോ, വേണമെങ്കിൽ ചോദിക്കാം. സോ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ ഇസ് ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫ്ലേവർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ കളറിംഗ് ഏജന്റ്, സ്വീറ്റനിങ് ഏജന്റ് ആൻഡ് ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ഈസ് കീ ടേക്ക് അവേ ആണ്. ഡൈലുവൻസ് നമ്മൾ പറഞ്ഞു ബൾക്ക്നെസ് കൊടുക്കാൻ വേണ്ടി, ഡിസൻറ്റിഗ്രന്റ് ചെറുതായിട്ട് പൊട്ടി വരാൻ വേണ്ടി, ഗ്രാനുലേറ്റിംഗ് ഏജന്റ് പറഞ്ഞു ഫൈൻ പൗഡേഴ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, ഡാമ്പ് മാസ് ഫൈൻ പൗഡറിനെ ഡാമ്പ് മാസ് ആയിട്ട് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഗ്രാനുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്ലൈഡൻ ലൂബ്രിക്കന്റ് പറഞ്ഞു ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ പാർട്ടാണ്, അധികം ഒന്നും പറയണമെന്നില്ല. ജസ്റ്റ് എന്താണ് ആൻഡ് എക്സാമ്പിൾസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിലാണ്. ബൈ.